വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് മരണപ്പെടുന്ന, അതും പ്രായമില്ലാത്ത യുവാക്കളോ യുവതികളൊക്കെ ആയ ആളുകൾ പെട്ടെന്ന് മരണപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിന്ന് കേട്ട വളരെ ഷോക്കായൊരു വാർത്ത. ഒരു ഉസ്താദ്, മലപ്പുറം ജില്ലയിലെ വേങ്ങരയിലാണ്, നാട്ടുകല്ല് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സെയ്ദ് മുഹമ്മദ് സുഹരി എന്ന് പറയുന്ന ഒരു ഉസ്താദ്. ആ ഉസ്താദ് കഴിഞ്ഞ 17 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഉസ്താദാണ്. അതിനുവേണ്ടി നടത്താത്ത പ്രാർത്ഥനകളും ചികിത്സകളൊന്നുമില്ല. ഒടുവിൽ ഒരു മകൾ ജനിച്ചു. ആ മകൾ ജനിച്ചിട്ട് 90 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ഒരു ഉസ്താദ് മരണപ്പെട്ടു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പെട്ടെന്ന് ദേഹാസ്വാസ്ഥ്യം വന്ന് കുഴഞ്ഞു വീണതാണത്രേ. അപ്പോൾ അദ്ദേഹം ഒരു പള്ളിയിലെ ഇമാമാണ്, മദ്രസയിലെ ഉസ്താദാണ്, സമസ്തയുടെ വളരെ വലിയ സജീവ പ്രവർത്തകനാണ്. കഴിഞ്ഞ ദിവസവും സമസ്തയുടെ പതാക നാട്ടലിന് പതാകയും പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ അത് കാണുമ്പോൾ തന്നെ സങ്കടം തോന്നാണ്. 17 വർഷം ഒരു കുഞ്ഞിനെ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരുന്നിട്ട് ഭാര്യ പ്രസവിച്ച് 90 ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുൻപാണ് അള്ളാഹുവിലേക്ക് തിരികെ മടങ്ങുന്നത്. ഒരു പക്ഷേ നാളെ ആ ഭാര്യയും മോളും സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉപ്പ സെയ്ദ് മുഹമ്മദ് സുഹരി എന്ന് പേരുള്ള ഈ ഉസ്താദ് ഉണ്ടാവും. നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും മലപ്പുറം ജില്ലയിലെ വേങ്ങര നാട്ടുകാരിലുള്ള ഈ ഉസ്താദിനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങളൊന്ന് പങ്കുവെക്കുക. കഴിഞ്ഞ ദിവസമാണ് ഉസ്താദ് മരണപ്പെട്ടത്. പൊടുന്നനെ ഒരു പ്രത്യേക അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആൾക്ക് സുഖമില്ലാതായി. വളരെ സജീവമായിട്ട് റേഞ്ചിലും അതേപോലെ സമസ്തയുടെ പതാകയുമായി പതാക നാട്ടൽ ചടങ്ങിലൊക്കെ ഉണ്ടായിരുന്ന വളരെ ആക്റ്റീവായിരുന്ന ഒരാൾ. സംഘടനാ രംഗത്തൊക്കെ വളരെ സജീവം, കാണുന്നവരോടൊക്കെ നിറപുഞ്ചിരി. ആ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ചിത്രം, അവിടെ ജനാസ കാണാൻ പോയ ആളുകൾ പറയാണ്, ഒരു പുഞ്ചിരി തൂകിയിട്ടാണ് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് എന്നുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിലുള്ള പദവി നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തൻ്റെ യൗവനം നല്ലതിനു വേണ്ടി ചെലവഴിച്ച ഒരാളാണ്. വളരെ സങ്കടപ്പെടുത്തുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞൊക്കെ ജനിച്ച് ആഗ്രഹിച്ച് കണ്ട് കൊതി തീരും മുമ്പാണ് ആ മരണത്തിലേക്ക് വഴുതിപ്പോയത്. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കും. ഇതേപോലെ തന്നെ കണ്ണൂർ ഉള്ളൊരു കുട്ടി ഷാർജയിലാണ്, ആയിഷ മറിയം. 17 വയസ്സേ ഉള്ളൂ. +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അതും ഇതുപോലെ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു എന്നാണ് ഞാൻ മാധ്യമങ്ങൾ കണ്ടത്. പ്രത്യേകിച്ചൊരു കാരണങ്ങളുമില്ല. നല്ല ആരോഗ്യമുള്ള പ്രായം കുറഞ്ഞ ആളുകളൊക്കെയാണ് ഈ കുഴഞ്ഞ്. ഇതൊക്കെ ഈ കോവിഡ് കാലത്ത് വാക്സിൻ കുത്തിവെച്ചതിൻ്റെ പ്രശ്നമാണോ? ശരിക്കും ഒരു പഠനം നടക്കേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ കണ്ണൂരുള്ള കുട്ടി ഷാർജയിലാണ് ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അവിടുത്തെ സ്കൂളിലാണ്, +1 പഠിക്കുന്ന കുട്ടിയാണ്. നാട്ടിലേക്ക് മയത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു. കൊടുന്നിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, റഹ്മത്ത് കൊടുക്കട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകട്ടെ. അപ്പോൾ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒരു വിസാൽ മീഡിയ കുടുംബത്തിൽ പ്രാർത്ഥനയെ വിശ്വസിക്കുന്ന ആളുകളാണല്ലോ. പല ജാതി വിശ്വാസക്കാരും പല ജാതി ആശയക്കാരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് പ്രാർത്ഥനയിൽ എന്തില്ല, യാതൊരു വിധത്തിലും ഭിന്നതയില്ല. നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഞാൻ ആ സെയ്ദ് മുഹമ്മദ് സുഹരി എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ കാണുമ്പോൾ എവിടേക്കോ നമ്മുടെ കണ്ണിൽ കണ്ട് മറഞ്ഞു പോയൊരു മുഖം പോലെ തോന്നുകയാണ്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ പങ്കുവെക്കണേ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, മസ്ജിദുൽ ഹറമിൽ, മക്കയിലെ പള്ളിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചൊരു വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഒരാൾ 2 നിലയുടെ മേലെന്ന് ചാടാൻ ശ്രമിക്കുകയാണ്. ആളുകൾ വിളിച്ചു കൂവണ സമയം ശ്രദ്ധിക്കാതെ ഇയാൾക്ക് മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. പക്ഷേ അവിടുത്തെ ഒരു സുരക്ഷാ ഗാർഡ് വന്നിട്ട് ഈ മനുഷ്യനോട് ചാടുന്ന സമയത്ത് രക്ഷപ്പെടുത്തുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, ആ 2 ആളും, അതായത് ഇയാളങ്ങോട്ട് ചാടിയത് ഇയാളെ മേത്തേക്ക്, ഞാൻ വിശ്വസിക്കുന്നു ആ ഹറമിൽ വെച്ചിട്ട് ആ സുരക്ഷാ ഗാർഡ് ഈ സാഹസികത ചെയ്തത്. ഇന്ന് ആ മനുഷ്യൻ ലോകത്തെ നമ്പർ 1 ഹീറോ ആണ്. ഒരാൾ ചെയ്യൂലത്. ഒരു മാലാഖയുടെ സഹായം ആ മനുഷ്യന് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. എവിടെ നിൽക്കുന്ന സ്ഥലം, ഹബീബായ നബിയുടെ ആദരവേറ്റു വാങ്ങിയ മസ്ജിദുൽ ഹറമിൽ, ആ കഅബയുടെ മതാഫിൻ്റെ ഭാഗത്ത്, ആ പള്ളിയിൽ. അപ്പോൾ ആ സൈനികരൊരു നിമിഷം അല്ലാഹു മർഹംനി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സൈനികന്, ആ ഒരു സുരക്ഷാ ഗാർഡിന് മലക്കുകളുടെ സഹായം. കാരണം ആ മനുഷ്യൻ ഇന്ന് ലോകത്തെ ഹീറോയാണ്. മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന് ആഘോഷിക്കാൻ, അദ്ദേഹത്തിൻ്റെ പേര് വലിയ പേരാട്ടോ.
റിയാൻ ബിൻ സഈദ് അബൂ ഫൈദ അൽ മഗീദി അൽ അസീരി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും വീഡിയോസുകളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുകയാണ്. എന്ത് നല്ല ഭാഗ്യവാനാണ്. ഈ സൗദി അറേബ്യയിൽ ഈ മക്കയിൽ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ കുറച്ച് വരാറുണ്ട്. ഇതിനൊരു പ്രത്യേകതകൾ കണ്ടോ? ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആൾ മരിച്ചിട്ടൊന്നുമില്ല, ആൾ ചികിത്സയിലാണ്. ഇയാൾ എവിടെയുള്ള ആളാണ്? ഇതൊന്നും സൗദി മന്ത്രാലയം പുറത്തു വിട്ടിട്ടില്ല. എന്തൊരു നല്ല നമ്മളവിടെ ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കത് മാധ്യമങ്ങളൊക്കെ വാർത്ത തരും, നമ്മളത് കൊടുക്കും. ഇവിടെ എല്ലാം വാർത്തയാണ്. ഇന്നൊരു സ്ത്രീ ബസ്സിൽ നിന്ന് എന്തോ ഒരു പിശാചിൻ്റെ ബാധ ഏറ്റിട്ട് ഇങ്ങനെ കിടന്ന് അലറി വിളിക്കുകയാണ്. അതടക്കം മാധ്യമങ്ങളിൽ കൊടുത്തേക്കാണ്. എന്തായാലും ഇപ്പോൾ ഒരു ബോധമുള്ള ഒരാളങ്ങനെ ശൈത്താൻ കേട് ഇളകിയിട്ട് ആ പെണ്ണിൻ്റെ മുഖം ഒന്ന് ബ്ലർ ചെയ്ത് കൊടുത്തൂടെ? അതിങ്ങനെ കിടന്ന് അലറി വിളിക്കുകയാണ് ശാത്താൻ കയറിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് യാതൊരു എത്തിക്സ് എന്ന് പറഞ്ഞ സാധനമില്ല. ഇനിയിപ്പോൾ അങ്ങനെ വീഡിയോ കൊടുക്കുകയാണെങ്കിൽ, ഒരു ബസ്സിൽ വെച്ചൊരു അൺഎക്സ്പെക്റ്റഡായ ഒരു സംഭവം ഉണ്ടായി, ആ പെൺകുട്ടിക്ക് ഒരു കല്യാണക്കാരൊക്കെ വരുന്നതല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാര്യയും മകളോ ആവില്ല എന്ന് മുഖം മറച്ച് കൊടുത്തിരുന്നെങ്കിൽ സൗദിയിൽ ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആൾ ഒരു വിവരം പുറത്തു പോയി, ഏത് രാജ്യക്കാരനാണ്, എന്താണ്, ഏതാണ്, ഇതൊന്നും പുറത്തു വിട്ടില്ല. അതാണ് അവരൊരു മാന്യത. അപ്പോൾ അയാളെ രക്ഷിച്ചിട്ടുള്ള ഈ ഒരു ഹീറോ നമ്പർ 1 ലോകമാധ്യമങ്ങൾ ഇദ്ദേഹത്തെ പുകഴ്ത്താണ്. ഇതിന് മുൻപ് 2017-18 കാലയളവിലും മക്കയിൽ വെച്ചിട്ട് കാബൻ്റെ മുൻപിൽ വെച്ചിട്ട് ആത്മഹത്യാ ശ്രമം നടന്നിരുന്നു. തീ കൊളുത്തിയിട്ട് മരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഇപ്പോൾ അവിടെ പോയിട്ട് മരിച്ചാൽ പുണ്യം കിട്ടുമെന്ന് കരുതിയിട്ടാണ്. ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ പോയിട്ടും പ്രശ്നങ്ങൾ മാറണില്ലെങ്കിൽ എന്ത് മനുഷ്യരാണ്. എന്തോ നമ്മളതിനെക്കുറിച്ചൊന്നും പറയണം, അത്രയും മാനസികമായിട്ട് നില തെറ്റിയിട്ടായിരിക്കാം. എന്നാൽ ഞാൻ ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വളരെ ആഘോഷപൂർവ്വം കണ്ടൊരു വാർത്തയാണെന്ത്, ഈ ഒരു മക്കയിൽ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആ മനുഷ്യനെ രക്ഷപ്പെടുത്തിയ ആ സുരക്ഷാ ഗാർഡ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ്. അദ്ദേഹത്തിൻ്റെ എല്ലിനൊക്കെ പരിക്കുണ്ട്. കാരണം നല്ലൊരു വെയിറ്റുള്ളൊരു തടിച്ചൊരു ചങ്ങായി 2-3 നിലം മേലെന്ന് അങ്ങോട്ട് ചാടുന്ന സമയത്ത് മേലെന്ന് ചാടുമ്പോൾ നല്ല വെയിറ്റാണ്. അപ്പോൾ ആ വെയിറ്റുള്ള ഒരാളെ ഒരു കുഞ്ഞിനെ കോരിയെടുക്കണ പോലെ കോരിയെടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹമാണ് യഥാർത്ഥ ഹീറോയാണ്. അള്ളാഹു അദ്ദേഹം ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെച്ചതാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനൊരു മാലാഖയുടെ ഒരു സഹായം കിട്ടിയിട്ടുണ്ടാവും. കാരണം ആ സമയത്ത് നമ്മൾ കേട്ടില്ലേ, ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾക്ക് ചില പ്രത്യേക സവിശേഷമായ സാഹചര്യങ്ങളിൽ മാലാഖമാരെ സഹായങ്ങൾ കിട്ടും. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റസൂലുള്ളാഹിൻ്റെ ആസാറ്, പലരും ചോദിച്ചു എന്താണ് ഈ ആസാറ് എന്നുള്ളത്. റസൂലുള്ളാഹിൻ്റെ മുടി തിരുകേശത്തിനാണ് നമ്മൾ ആസാറ് എന്ന് പറഞ്ഞത്. അറിയാഞ്ഞിട്ട് ചിലർക്ക് അതിന് ഭയങ്കര വിമർശനം, അതൊക്കെ തട്ടിപ്പാണ്, വെട്ടിപ്പാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അത് വിശ്വാസമുള്ളവർ കണ്ടാൽ മതി. അതൊക്കെ ഉള്ളതാണ്, ഇതൊക്കെ ഉള്ളതാണ് എന്ന് പറഞ്ഞ് വിശ്വസിക്കാം. ഇനി വിശ്വാസമില്ല വിചാരിച്ച ഒരാൾക്ക്, ഇത്ര നീളമുള്ള ആളെ ഞങ്ങൾ കണ്ടത്, ഇത് നീളമില്ലാത്തതാണല്ലോ. വിശ്വാസമില്ലെങ്കിൽ നമ്മളതിനെ പരിഹസിക്കണ്ട. എല്ലാവരും വിശ്വാസം ഉണ്ടായിക്കൊള്ളുന്നില്ല. എൻ്റെ ഗുരുവായൂരെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ഹബീബായ നബിയുടെ ഒരു ആസാർ നമുക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളതിനെ തള്ളി പറയാൻ നിൽക്കണ്ട. അതെങ്ങാനും സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മഹത്യ പോകും. നിങ്ങളതിനെ കൊണ്ട് ആഘോഷിക്കും വേണ്ടാന്ന്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങളതിനെ വിശ്വസിച്ചു എന്ന് പറഞ്ഞ് നടക്കണ്ട. അതുകൊണ്ടിട്ട് കാശുണ്ടാക്കണ്ട, ആഘോഷിക്കണ്ട. നമുക്കതായിട്ട് എങ്ങനെ കാശുണ്ടാക്കാം എന്നാണ് നമ്മുടെ ധാരണ പലരുടെയും. അപ്പോൾ നമ്മളങ്ങനെ ആഘോഷിക്കണ്ട, ഇകഴ്ത്താനും നിൽക്കണ്ട. ഇതാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ഇതിന് പറയുന്നൊരു ന്യായം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ ആസാറ് കാണിച്ചല്ലോ, അദ്ദേഹം ഒരു ലെബനാൻ പണ്ഡിതനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ലെബനാൻ പണ്ഡിതനാണ്, തുർക്കിയിൽ ഇസ്താംബൂളിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ അദ്ദേഹം കാണിച്ചത് റസൂലുള്ളാഹിൻ്റെ ആസാർ തന്നെയാണ്. പിന്നെ റസൂലുള്ളാഹിൻ്റെ ആസാറിനപ്പുറം റസൂലുള്ളാഹിയിലുള്ളൊരു ഇഷ്ടം വരണം. വെറും ആസാറുകളെ മാത്രം ഇഷ്ടപ്പെട്ട് നടന്നാൽ പോരാ. റസൂലുള്ള നമ്മുടെ ലൈഫിൽ ഇല്ലാതെ ആസാറുകളെ മാത്രം ഇഷ്ടപ്പെടുക. അപ്പോൾ ഞാൻ അത് പറയാൻ കാരണം, ഇങ്ങനെ പലരും ചോദിച്ചിരുന്നു ഇതെന്താണ് അങ്ങനെ ഇങ്ങനെ എന്നുള്ളത്. ഇതാണ് എൻ്റെ സത്യാവസ്ഥ. ചില ആളുകൾക്ക് വിശ്വാസം വരും, ചില ആളുകൾക്ക് വിശ്വാസം വരില്ല. എന്തായാലും ഇന്നലെ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എനിക്ക് നന്ദി അറിയിച്ചു. പലരും ചോദിച്ചാൽ സ്വലാത്ത്, റസൂലുള്ളാഹിനെ സ്വപ്നം കാണാനുള്ള ഒരു സ്വലാത്തുണ്ട്, എൻ്റെ ഗുരുനാഥനെ പഠിപ്പിച്ചൊരു സ്വലാത്ത്. മാഷാ അതിങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞുതരാം, ഇതിങ്ങനെ വീഡിയോ കൂടെ പറഞ്ഞുതരാൻ പറ്റില്ല, നേരിൽ ഒക്കെ പറഞ്ഞു തരേണ്ട ഒരു സ്വലാത്താണ്. അത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാണ്, മാഷാ അള്ളാ. നമ്മളെന്തായാലും റസൂലുള്ളാഹിനെ നമ്മൾ യഖീനിലും മനാമിലും കാണും. അതൊക്കെ നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഉസ്താദിന് വേണ്ടിയിട്ടും അതേപോലെ ആ ഒരു ആയിഷ പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.